അതിന് 250 രൂപ. നാച്ചുറലായിട്ടുള്ളത് വെളിയിലിരിപ്പുണ്ട്. ആ, അത് മനക്കൽ ആഗ്രോ ഫാർമയുടെ ഹോമിയോ മരുന്നാണ്. അത് ഇത് നമുക്ക് ഇത് ഓരോന്നിനും ഉണ്ട്. പിന്നെ തെങ്ങിനുള്ളതുണ്ട്, കുരുമുളകിനുള്ളതുണ്ട്, വാഴയ്ക്കുള്ളതുണ്ട്, പച്ചക്കറികൾക്കുള്ളതുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങൾക്കുള്ള. അത് തോട്ടി കത്തിയാണ്. അത് രാമേന്ദ്രൻ കത്തിയാണ്, പാലക്കാട് രാമേന്ദ്രൻ കത്തി. അവരുടെ അത് 2 ടൈപ്പുണ്ട്. പറയാം, അതിൻ്റെ ഇപ്പുറത്ത് വലിയതും ഇരിപ്പുണ്ട്. ഇത് നമുക്ക് തോട്ടിയിൽ ഇത് നമ്മൾ ഹോളിട്ട് ഫിറ്റ് ചെയ്യുന്ന. മറ്റേതാണെങ്കിൽ നമ്മളൊരു ബോൾട്ടിട്ട് ഏതിലും മുറുക്കാവുന്ന, ഫിറ്റ് ചെയ്യാവുന്ന കത്തി. ഞാനിത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസമായി. ഡിസംബറിലാണ് തുടങ്ങിയത്. ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കൊറിയറായിട്ട് നമ്മൾ ഈ മറ്റേ ടെലിസ്കോപ്പിക് തോട്ടിയും രാമേന്ദ്രൻ കത്തിയും ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്, കൊറിയർ ചെയ്യുന്നുണ്ട്. കത്തിയൊക്കെ ഫേമസ് ആണ്. ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പുറത്തു നിന്നൊക്കെ ആൾക്കാർ അറിഞ്ഞു കേട്ട് കത്തി വാങ്ങാൻ വേണ്ടി ദൂരസ്ഥലത്തു നിന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മൺചട്ടി, സിമെൻറ്റ് ചട്ടി എല്ലാം ഉണ്ട്. PVC, ഫൈബർ ചട്ടി. ഇതെല്ലാം ജൈവവളങ്ങളാണ്. ജൈവവളങ്ങൾ, പിന്നെ ഗാർഡൻ ടൂളുകൾ. ജൈവവളങ്ങളൊക്കെ കൂടുതലും കോട്ടയത്തുള്ള ആപ്ടെക് എന്ന് പറയുന്ന കമ്പനിയുടെ. പിന്നെ ഇനോക്കുലമുണ്ട്, കൊയർപിത്ത് കമ്പോസ്റ്റ് ഉണ്ട്. അത് കയർഫെഡിൻ്റെയാണ്. സാധനങ്ങൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്, വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഫലവൃക്ഷ തൈകളൊക്കെ, കമുക്, പിന്നെ തെങ്ങ്, ഇതൊക്കെ നമ്മൾ വീടുകളിൽ തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സെറാമിക് പോട്ടുകളാണ്. ഇതെല്ലാം ചെറിയ പോട്ടുകളാണ്. പിന്നെ അതിൻ്റെ വലിയ പോട്ടുകളും ഉണ്ട്. ഇത് പെറ്റ് ഫുഡും അതിൻ്റെ ആക്സസറീസും, ലോഷൻ, ഫുഡ്. വിലക്കുറവുണ്ട്. അതെ അതെ അതെ. പിന്നെ നമുക്ക് ഇതിൻ്റെ പച്ചക്കറി വിത്തുകളൊക്കെ ഉണ്ട്. പച്ചക്കറി ചെടികളുടെ വിത്തുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല കമ്പനികളുടെ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ തന്നെ. നാച്ചുറലായിട്ടുള്ള നമുക്ക് പ്ലാവ്, മാവ് എല്ലാം, നമുക്ക് തെങ്ങ്, കമുക എല്ലാം നമുക്ക് പുറകിലുണ്ട്. കാരണം നമ്മൾ കൃഷി ഉപകരണങ്ങളെല്ലാം ഉണ്ട്, ഗാർഡൻ ടൂളുകളെല്ലാം ഉണ്ട്. പിന്നെ തോട്ടി, ഇത് നമുക്ക് സ്റ്റോഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ തോട്ടിയാണ്. ഇത് അഡ്ജസ്റ്റബിൾ തോട്ടി, ടെലിസ്കോപ്പിക്. ഇത് 18 അടിയുടെയും 24 അടിയുടെയും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ 3 ആക്സസറീസും കൂടെ ഉണ്ട്. മുകളിലത്തെ ഫിറ്റിങ്സ്, അതിൻ്റെ തൈപ്പുണ്ട്. പിന്നെ ഒരു വെയിറ്റ് കുറവാണ്, തൈപ്പുണ്ട്. പിന്നെ ഒരു നൈലോൺ വലയുണ്ട്, മെറ്റൽ റിങ്ങുള്ള ഒരു നൈലോൺ വല. പിന്നെ ഒരു തോട്ടി കത്തിയുണ്ട്, വളഞ്ഞൊരു കത്തിയുണ്ട്. ബാക്കിൽ നമുക്ക് ഉള്ള സ്ഥലം ഇതാണ്. അവിടെ നമുക്ക് അതിപ്പോൾ ലോക്ക് ചെയ്തിരിക്കുക, പൂട്ടിയിരിക്കുക. അവിടെ നമുക്ക് സിമെൻറ്റ് ചട്ടി, മൺചട്ടി, ഫലവൃക്ഷ തൈകളൊക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. പിന്നെ കാർഷിക ഉപകരണങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. തേങ്ങ പൊതിക്കുന്ന തേങ്ങാപ്പാര എല്ലാം ഉണ്ട്. ഷവല്, നെറ്റ്, നമുക്ക് പച്ചക്കറി നെറ്റുണ്ട്. കൂടാതെ കോഴിവലയുണ്ട്. പിന്നെ വീട് മെഷുണ്ട്, കള കയറാതിരിക്കാനുള്ള. പിന്നെ നെറ്റ്, നമുക്ക് ഷെയ്ഡ് നെറ്റുണ്ട്. പിന്നെ പലതരം GI ചട്ടിയുണ്ട്. പിന്നെ ഫാമിലി പ്ലാസ്റ്റിക് ചട്ടിയുണ്ട്. അതും വളരെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഗ്രോ ബാഗ് നമുക്കൊരു 3-4 വലിപ്പത്തിലുള്ള ഗ്രോ ബാഗുകളുണ്ട്. പിന്നെ നൈലോൺ കയറുണ്ട്, കിണറിൻ്റെ നൈലോൺ കയറ്, പിന്നെ പ്ലാസ്റ്റിക് കയറ്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരിക. അതേപോലെ സുഹൃത്തുക്കളോടൊക്കെ പറയുക, ഇങ്ങനെ ഒരു ഷോപ്പിനെ പറ്റി പറയുക. കാരണം നമ്മൾക്ക് പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ പറയുന്ന അഭിപ്രായത്തിലൂടെയാണ്. അതാണ് ഏറ്റവും വലിയ പരസ്യം എന്ന് പറയുന്നത്.
പിന്നെ നമുക്കിവിടെ ഒരു ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു കംപ്ലീറ്റ് ഷോപ്പാണ്. എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. പിന്നെ ഷോപ്പിൽ നമുക്ക് റെഡിലി അവൈലബിൾ അല്ലാത്ത സാധനങ്ങളാണെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ആർട്ടിഫിഷ്യൽ ഇതാണ്. പിന്നെ ലൈവ് പ്ലാന്റുകളും ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലിരിപ്പുണ്ട്. ലൈവ് പ്ലാന്റുകളൊക്കെ നമുക്ക് ഫ്രണ്ടിലിരിപ്പുണ്ട്. ലെമൺ വൈനുണ്ട്, പിന്നെ കാറ്റ്സ് ക്ലോ ഉണ്ട്. മാവ് നമുക്കൊരു 12 തരം മാവുകളുണ്ട്. അത് ഗ്രാഫ്റ്റ് ചെയ്ത പറങ്ങി മാവ്. മാവുകൾ നമുക്കൊരു 12 ഇനം മാവുകളുണ്ട്. നാടൻ മാവുകളും വിദേശ ഇനങ്ങളുമായിട്ട്. മിയാസാക്കി ഉണ്ട്, ഏറ്റവും വില കൂടിയ മാമ്പഴമുള്ള ജാപ്പനീസ് മിയാസാക്കി ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നാടൻ മാവിനങ്ങളുണ്ട്. നമുക്ക് മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, പിന്നെ പ്രിയൂർ മാവുങ്ങയുണ്ട്, നീലമുണ്ട്. പിന്നെ വിദേശ ഇനങ്ങൾ കുറേ ഉണ്ട്. ഏതാണ്ട് ഒരു 12 ഇനം മാവുകൾ. പിന്നെ കാലാപ്പാടിയുണ്ട്, കോട്ടൂർക്കോണമുണ്ട്. ഇതെല്ലാം ഈ വലിപ്പത്തിലുള്ള തൈകളാണ്. അത് ഗ്രാഫ്റ്റും ഉണ്ട്, ബഡും ഉണ്ട്. പിന്നെ നമുക്ക് തെങ്ങിനങ്ങളൊരു 10 ഇനം തെങ്ങുകളുണ്ട്. നാടനുണ്ട്, ശ്രീലങ്കനുണ്ട്, കുറ്റ്യാടിയുണ്ട്, പിന്നെ ഗംഗാബോണ്ടമുണ്ട്, രാമഗംഗയുണ്ട്, പിന്നെ ചന്ദ്രസങ്കര, കൽപ്പസങ്കര, കൽപ്പസമൃദ്ധി, അങ്ങനെ 3 ഇനം D&T തെങ്ങുകളുണ്ട്. പിന്നെ അടയ്ക്ക നമുക്ക് ഒരു 3 തരമുണ്ട്. കാസർഗോഡ് കുള്ളൻ, അതൊരു നാടൻ ഇനമാണ്. പിന്നെ അത് ഇതാണ് ഇവിടെ ഇരിക്കുന്നതാണ്. ഇത് ഇൻ്റർസേ മംഗളയാണ്. ഇൻ്റർസേ മംഗള 3 വർഷം കൊണ്ട് കായ്ക്കുന്ന 10 അടി 15 അടിയിൽ കൂടുതൽ പൊക്കം വെക്കാത്ത ഇതാണ്. ഇത് കൂടാതെ തന്നെ ഇൻ്റർസേ മംഗള കൂടാതെ മോഹിത് നഗർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ കാസർഗോഡ് കുള്ളൻ എന്ന് പറയുന്ന വേറൊരു കുള്ളൻ വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം ഹൈ ഈൽഡിങ് വെറൈറ്റികളാണ്. ഇത് ഗംഗാബോണ്ട് എന്ന് പറയും. 3 വർഷം കൊണ്ട് 3ാമത്തെ വർഷം കായ്ക്കുന്ന തെങ്ങാണ് ഗംഗാബോണ്ട്. അരയ്ക്കാനും പറ്റും. ഇത് നമുക്ക് എണ്ണയുടെ ഉപയോഗത്തിനും കൊപ്രയുടെ ഉപയോഗത്തിനും പറ്റിയ തെങ്ങ് തന്നെയാണ്. തെങ്ങ് നമുക്ക് ഒരു 20 അടിയെങ്കിലും അകലത്തിൽ വെക്കണം, 2 തെങ്ങുകൾ തമ്മിൽ മിനിമം. പിന്നെ അടയ്ക്കയാണെങ്കിൽ 9 അടിയെങ്കിലും അകലത്തിൽ പോകുക. അതായത് ഇത് 2 മരങ്ങൾ വളർന്നു വരുന്ന ഉടനെ ഇതിൻ്റെ ഓലകൾ തമ്മിൽ മുട്ടരുത്. അതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. നല്ലൊരു ഷോപ്പുകൾ ഉണ്ടെന്നും വളരെ വിലക്കുറവാണെന്നും ഏറ്റവും നല്ല ചെടികളും മരങ്ങളും സാർ കൊണ്ടുവെക്കുമെന്നൊക്കെ ഇത് പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ നന്ദി. അപ്പോൾ ഇനിയും വരിക, അതുപോലെ മറ്റുള്ളവരോടും ഒന്ന് പറയുക. ശരി, താങ്ക് യു.